ഈ കേരളത്തിലെ ബി ജെ പിയുടെ കാര്യത്തിൽ ഏറെ ഒരു ആശങ്ക നിൽക്കുന്നുണ്ട്. കാരണം പുതിയൊരു നേതൃത്വം വന്നെങ്കിൽ മാത്രമേ കേരളത്തിൽ ബി ജെ പി ഒന്ന് ശക്തി പ്രാപിക്കൂ എന്നുള്ളതാണ്. ഒരുപക്ഷെ ഒരു വനിതാ നേതൃത്വമായിരിക്കുമോ വരാൻ പോകുന്നത്? അത് ബി ജെ പി അടുത്ത ഇലക്ഷന് ത്രികോണ മത്സരം വേണോ ദ്വികോണ മത്സരം വേണോ എന്നും കൂടെ ആലോചിക്കുന്നുണ്ട്. കാരണം കേരളത്തിലെ കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് ദേശീയ നേതൃത്വത്തെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന ചില കാര്യങ്ങൾ, ചില സൂചനകളൊക്കെ നൽകിയിട്ടുണ്ട്. കേരളത്തിൽ പഴയ തലാപ്പെട്ടിനി എന്നും കയറിയിട്ട് കാര്യമില്ല. കാരണം പരാജയപ്പെടുന്ന വഴി ഉപേക്ഷിക്കുക, പുതിയ വഴികൾ തേടുക, പുതിയ സ്ട്രാറ്റജി ഉണ്ടാക്കുക, അതിലൂടെ വിജയം കണ്ടെത്തുക എന്നുള്ളതാണ് ബി ജെ പി എല്ലായിടത്തും നടത്തിയിട്ടുള്ള ശൈലി. അത് പലപ്പോഴും പിടികിട്ടാത്ത ചില അടിയൊഴുക്കുകളും രാഷ്ട്രീയ ബന്ധങ്ങളും ജാതി മത സമവാക്യങ്ങളും ഒക്കെ കൊണ്ട് നിറഞ്ഞ കേരളം അത്ര ഈസി അല്ല എന്ന് കേന്ദ്ര നേതൃത്വത്തിന് ബോധ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇനി വരുന്ന ഇലക്ഷൻ അതൊരു അങ്കത്തട്ടാണോ അതോ ചവിട്ടുപടിയാണോ എന്നുള്ളത് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ത്രികോണ മത്സരം ആയിരിക്കും എന്ന് പറഞ്ഞാൽ മൂന്ന് സ്ഥാനാർത്ഥികൾ എന്തായാലും കാണും. ബി ജെ പിയുടെ സ്ഥാനാർത്ഥി എല്ലായിടത്തും കാണും. പക്ഷേ അതൊരു ത്രികോണ മത്സരമാണോ യഥാർത്ഥത്തിൽ? അത് ചില നീക്കുപോക്കുകളും വിട്ടുവീഴ്ചകളും ഒക്കെ കൂടിച്ചേർന്നതാണോ എന്നുള്ളതാണ് പ്രശ്നം. അപ്പം നീക്കുപോക്കുകൾക്കുണ്ടെങ്കിൽ ഒരു രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ മോഡലിലുള്ള ഒരാളെ ആയിരിക്കും അതിന് പ്രിഫർ ചെയ്യുക. എന്ന് വെച്ചാൽ ചില വിട്ടുവീഴ്ചകൾക്കും ഒത്തുതീർപ്പുകൾക്കും ക്രിയേറ്റീവായിട്ടുള്ള ചില നിർദ്ദേശങ്ങൾക്കും ചില തഴുകലും തലോടലും ഒപ്പം ചവിട്ടിയാൽ തിരിച്ച് ചവിട്ടുകയും ചെയ്യുന്ന രീതിയിലുള്ള ഒരു നയം ഉണ്ടാവണം എന്നുള്ളതാണ്. ആർലേക്കറുടെ നയം അങ്ങനെയാണല്ലോ, എല്ലാ കാര്യത്തിലും അദ്ദേഹത്തിന് അങ്ങനെയാണ്. ഇപ്പോൾ യു ജി സിയുടെ കരട് നിർദ്ദേശങ്ങൾക്കെതിരെ സമരം ചെയ്യാൻ പോയി. അപ്പം കേന്ദ്രത്തിനെതിരെ എന്നുള്ള വാചകം ആദ്യം വെട്ടിച്ചു. അത് നിസ്സാര കാര്യമല്ല. LDF പോലൊരു പാർട്ടിയെ, അതായത് കേന്ദ്രത്തിനെതിരെ എന്നും വാളോങ്ങുന്ന, എന്തു പറഞ്ഞാലും ഇവിടെ കാക്ക മലർന്നു പറഞ്ഞാലും കമന്ന് പറഞ്ഞാലും അത് കേന്ദ്രത്തിൻ്റെ കുഴപ്പം കൊണ്ടാണ് എന്ന് പറയുന്ന ഒരു CPM-നെ ബി ജെ പിയോടെ ലൈനിലേക്ക് അടുപ്പിച്ചു കൊണ്ടിരുന്നത് പോലെയാണ് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. അത് വരികൾക്കിടയിൽ രാഷ്ട്രീയ വൃത്തങ്ങളിൽ വായിക്കുന്നത് വളരെ അർത്ഥത്തോടു കൂടിയാണ്. കേന്ദ്രത്തിനെതിരെ എന്നുള്ളത് വെട്ടിയിരിക്കുന്നു. അപ്പോൾ അതൊരു വലിയ സന്ദേശമാണ് നൽകുന്നത്. അപ്പോൾ അത്തരത്തിലൊക്കെ നിൽക്കാൻ കഴിയുന്ന ഒരു നേതാവിനെ ആയിരിക്കും അടുത്ത തവണ ബി ജെ പി പ്രസിഡൻ്റായിട്ട് വേണ്ടത് എന്നുള്ളതാണ് ഒരു കണക്ക് കൂട്ടലെന്നാണ്. പക്ഷേ ഒരു വനിതാ നേതൃത്വത്തിലൂടെ ഒരുപക്ഷെ ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന് താല്പര്യം ഉണ്ടാകാം. ഇപ്പോൾ നമ്മൾ ഡൽഹിയിൽ തന്നെ കണ്ടത് അല്ലേ, ഒരു വനിതാ മുഖ്യമന്ത്രി അവരിറക്കിയതിൻ്റെ പിന്നിൽ ചില ലക്ഷ്യങ്ങൾ ഉള്ളതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതവിടെ ഒത്തിരി ലക്ഷ്യങ്ങളുണ്ട്. അത് നമ്മുടെ വിഷയമായി ഇപ്പോൾ ബന്ധപ്പെടാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ലെന്നേ ഉള്ളൂ. അവിടെ വനിതാ മുഖ്യമന്ത്രി ഇറക്കിയത് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. കാരണം അവിടുത്തെ പോരാട്ടങ്ങൾക്ക് ഇനി ശക്തി കൂട്ടാനായിട്ടൊരു വനിതയാണ് ഉത്തമം എന്നുള്ളതും ബി ജെ പിക്ക് വനിതാ മുഖ്യമന്ത്രിമാരാരുമില്ല എന്നുള്ളതും ഒരു ഘടകമാണ്. അതുപോലെ തന്നെ കേരളത്തിന് ഒരു വനിതാ പ്രസിഡന്റിനെ കൊടുക്കുന്നെങ്കിൽ അതിൻ്റെ അർത്ഥവും ചിലപ്പോൾ അത് തന്നെയായിരിക്കും. അതായത് ബി ജെ പിക്ക് വനിതാ പ്രസിഡന്റുമാരെയും കൂടെ ഇത്തവണ ഉണ്ടാവണം എന്നുള്ളത് ഒരു പ്രധാന വിഷയമാണ്. ദളിത് പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്നുള്ള പ്രസിഡന്റുമാരുണ്ടാകുന്നത് പോലെ തന്നെ വനിതാ പ്രസിഡന്റിനും ഒരു പ്രാതിനിധ്യം ഉണ്ടാവേണ്ടത് ബി ജെ പിയെ സംബന്ധിച്ചോളം അത്യാവശ്യമാണ്. അപ്പോൾ അത് എല്ലാ സ്റ്റേറ്റുകളിലും ഉണ്ടായില്ലെങ്കിലും കേരളത്തെ പോലുള്ള ഒരു സ്റ്റേറ്റിലൊക്കെ ആകുമ്പോൾ അവർക്ക് അധികം നേടാനുമില്ല നഷ്ടപ്പെടാനുമില്ല എന്നുള്ള രീതിയിൽ പോകാവുന്ന ഒരു സന്ദർഭമാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് അണികളെ ആവേശം കൊള്ളിക്കാൻ കഴിയുന്ന ശോഭയുള്ള ചില വനിതാ പ്രസിഡന്റുമാരെ അവർ കൺസിഡർ ചെയ്യുന്നുണ്ട്. അല്ലെ, വനിതാ നേതൃത്വം എന്ന് പറയുമ്പോൾ തന്നെ കേരളത്തിൽ ഒരു പ്രതീക്ഷയുള്ളത് ശോഭാ സുരേന്ദ്രനെ തന്നെയാണ്. തീർച്ചയായിട്ടും. കാരണം ശോഭാ സുരേന്ദ്രന് എവിടെയൊക്കെ തെരഞ്ഞെടുപ്പിന് നിന്നിട്ടുണ്ടോ അവിടെയെല്ലാം ആ മണ്ഡലമൊക്കെ തന്നെ ഇളക്കി മറിക്കുകയും ബി ജെ പിയുടെ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വന്നാൽ അതൊരു വലിയ നേട്ടമായിട്ട് ഒരുപക്ഷെ അണികളിലും ഒരാവേശമുണ്ടാകാം. ചില നേതൃതലത്തിൽ ചില വിഭാഗീയത ഉണ്ടാകാം, അത് വേറെ കാര്യം. പക്ഷെ അണികൾക്ക് തീരില്ല, അത് തരത്തില്ല, അത് പെട്ടെന്ന് തീരില്ല. അതിന് സമയമെടുക്കും. ചിലപ്പം ചിലതൊക്കെ അടിച്ചമർത്തുകയോ പുറത്തു പോവുകയൊക്കെ ചെയ്യേണ്ടിയും വരും. എങ്കിലേ അത് പെട്ടെന്ന് തീരുന്ന ഒരു കാര്യമല്ല.
അധികാരം ഇല്ലാഞ്ഞിട്ടിത്. അതെ അതെ, അധികാരം ഉണ്ടായിരുന്നെങ്കിലോ കേരളത്തില്? അധികാരം ഇല്ല എന്ന് പറയാൻ നോക്കില്ല നമുക്ക്. അതിഭയങ്കരമായ ഇവിടുത്തെ BJP-കാർക്ക് പലർക്കും അറിഞ്ഞുകൊണ്ടിട്ടാണ് ഈ കേരളത്തിലെ അധികാരം ഇല്ല എന്നുള്ളൂ. ഇന്ത്യ മുഴുവൻ ഭരിക്കുന്ന അധികാരം ഇരിക്കുമ്പം കേരളത്തെയും ഭരിക്കാൻ കഴിയും എന്നുള്ളതാണ് സത്യം. അത് അങ്ങനെയുള്ള ഒരു പ്രസിഡന്റ്, അതാണ് ഞാൻ പറഞ്ഞത്, അങ്ങനെയുള്ള ഒരു പ്രസിഡന്റ് വന്നാൽ മുഖ്യമന്ത്രി കേന്ദ്ര നേതൃത്വത്തിനെതിരെ എന്നുള്ളത് വെട്ടി വിദ്യാഭ്യാസ നയ കൺവെൻഷൻ എന്ന് മാത്രമാക്കുന്ന സാഹചര്യം വരെ ഉണ്ടാവും. അപ്പം അതിനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ അതിനകത്ത് നമുക്ക് എന്തോ വായിച്ചെടുക്കാനുണ്ടെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും എന്തോ, അതായത് ഒരു 30 സീറ്റുകൾ BJP ലക്ഷ്യം വെച്ചിട്ടുണ്ട്. കേന്ദ്ര നേതൃത്വം അതിലാണ് നീങ്ങുന്നത്. ആ 30 സീറ്റുകളിൽ ഉജ്ജ്വല പോരാട്ടം നടത്താൻ കഴിവുള്ള ഒരു പ്രസിഡന്റ് വേണം. പക്ഷേ ബാക്കി സീറ്റുകളിലൊക്കെ കണ്ണടച്ച് പോകാനും കഴിയുന്ന, അല്ലെങ്കിൽ ഒരു നമ്മുടെ വോട്ട് ബാങ്കുകൾ നിലനിർത്തിക്കൊണ്ട് പോകാനും കഴിയുന്ന, അല്ലെങ്കിൽ അത് ആവശ്യമുണ്ടെങ്കിൽ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സഖ്യം. അതായത് ത്രികോണ മത്സരമാണെങ്കിലും ഒരു ദ്വികോണ മത്സരം ചിലപ്പോൾ കേരളത്തിൽ അടുത്ത തെരഞ്ഞെടുപ്പുകളിൽ കണ്ടുകൂടാ എന്നില്ല. ഈ കെ സുരേന്ദ്രനെ ഒരുപക്ഷെ മാറ്റി നിർത്തിയാൽ ആ സ്ഥാനത്തേക്ക് ഒരുപക്ഷെ MT രമേശോ അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രനോ വരുന്നു എന്ന് കരുതുക. കെ സുരേന്ദ്രനെ വേറൊരിടത്ത് പോസ്റ്റ് ചെയ്യേണ്ടി വരുമായിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ കേരളത്തിൽ പ്രശ്നങ്ങൾ രൂക്ഷമായിട്ട് തന്നെ തുടരത്തില്ലേ? അത് കേന്ദ്രം എല്ലാ തവണയും അങ്ങനെയാണല്ലോ ചെയ്തിട്ടുള്ളത്. കുമ്മനം രാജശേഖരനെ പോലും വെറുതെ വിട്ടിട്ടില്ല. അദ്ദേഹം നിരുപദ്രവിയാണെന്ന് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിനെ പോലും പിന്നെ ഇവിടെ നിർത്തിയില്ല. കാരണം അത് ശരിയല്ല. നമ്മൾ ഒരു അത്യുന്നത സ്ഥാനത്ത് നിർത്തിയ ഒരാളെ പിന്നെ ഇവിടെ തെക്കോട്ടും മുടക്കോട്ടും നടക്കാൻ വിടുന്നത് ശരിയല്ല. വേറൊരു നല്ല ഉത്തരവാദിത്തം ഏൽപ്പിച്ച് അദ്ദേഹത്തിനെ ഇവിടുന്ന് മാറ്റി നിർത്തുകയോ അല്ലെങ്കിൽ ഇവിടെ തന്നെ സജീവമാക്കി നിർത്തുകയൊക്കെ ചെയ്യേണ്ട ആവശ്യം കേന്ദ്ര നേതൃത്വത്തിന് ഉണ്ടെന്നുള്ളത് കേന്ദ്ര നേതൃത്വം. ഇപ്പൊ ശ്രീധരൻപിള്ളയ്ക്ക് നമുക്കറിയാം, അദ്ദേഹം ഇപ്പൊ വന്നിട്ട് ഗോവ ഗവർണറുമായി, അതിനു മുമ്പ് മിസോറാമിൽ ആയിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അതുപോലെ സുരേന്ദ്രനെ ഗവർണറാക്കാൻ സമയമായിട്ടില്ല. ഇല്ല, അത് അതിനുള്ള സമയമായിട്ടില്ല. പക്ഷേ മറ്റ് ഒരുപാട് അവസരങ്ങൾ അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഉണ്ട്. കേന്ദ്രത്തിലേക്ക് തന്നെ പല വിധ ബോർഡുകൾ, കമ്മീഷനുകൾ, റബ്ബർ ബോർഡ് പോലെയൊക്കെയുള്ള ചില സ്ഥാപനങ്ങൾ. ഇപ്പോൾ പിന്നെ ക്രിസ്ത്യൻ വോട്ടുകൾ ലക്ഷ്യമുണ്ടെങ്കിൽ റബ്ബർ ബോർഡാണ് ഏറ്റവും നല്ലത്. ഒരു റബ്ബർ ബോർഡ് ചെയർമാന് ചെയ്യാൻ കഴിയുന്ന അത്ര ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയിട്ട്, റബ്ബർ കർഷകർക്ക് വേണ്ടി വേറെ ആർക്കും ചെയ്യാൻ കഴിയില്ല. അതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് സുരേന്ദ്രന്റെ കാര്യത്തില്. ഇനി വി മുരളീധരൻ ഇവിടെ നിൽക്കുകയാണ്. അതെ, അല്ല, അദ്ദേഹത്തിന് ഇപ്പൊ തന്നെ കേന്ദ്ര നേതൃത്വം ഒരുപാട് അസൈൻമെന്റ്സിൽ കൊടുപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം പിന്നെ അതുമായി ബന്ധപ്പെട്ട് നിന്നോളും. അദ്ദേഹം കുഴപ്പക്കാരനല്ല എന്ന് അവർക്കും അറിയാം. ഇവിടെ ഏത് വന്നാലും പാർട്ടി നിലനിന്ന് പോകണം. അദ്ദേഹത്തിന് ഒരു സ്ട്രാറ്റജി ഉണ്ട്. സ്വന്തം താല്പര്യങ്ങളും ചില ബന്ധങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും അദ്ദേഹം അടിച്ചുടയ്ക്കാൻ നിൽക്കില്ല, അല്ലെങ്കിൽ ഉടച്ചു വാർക്കാനും ശ്രമിക്കില്ല. എല്ലാത്തിനെയും കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരു ശൈലിയുള്ള ആളാണെന്ന് പൊതുവെ ഒരു വിലയിരുത്തൽ കേന്ദ്ര നേതൃത്വത്തിനുണ്ട്. ഈ 30 സീറ്റ് ലക്ഷ്യമിടുന്നെന്ന് പറഞ്ഞാൽ വിജയമാണോ അതോ വിജയിച്ചുകൊണ്ട് നഷ്ടമൊന്നുമില്ല? 30 ലക്ഷ്യമിട്ടാലേ ഒരു 25എങ്കിലും ജയിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ 20എങ്കിലും ജയിക്കാൻ പറ്റുള്ളൂ. 2026 അത്രയും സീറ്റ് നേടുമെന്ന് തോന്നുന്നു. അല്ല, അങ്ങനെ 30 ലക്ഷ്യമിട്ടാൽ, ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഞാൻ മുമ്പ് ഒരിക്കൽ നിങ്ങളുടെ ഒരു വീഡിയോയിൽ തന്നെയാണ് ഞാൻ പറഞ്ഞതെന്ന് തോന്നുന്നു, കരുണാകരനും KG മാരാരും ഉണ്ടായിരുന്നെങ്കിൽ കൊലിബി സഖ്യം പോലെ വേറൊരു സഖ്യം ഇവിടെ വന്നനെ. ഭീമാ സഖ്യം BJP മാർക്സിസ്റ്റ് സഖ്യം. അത് നേരിട്ട് പറ്റില്ല, നേരിട്ടാനുള്ള സാധ്യതയുമില്ല, ആരോടും അത് പറയാനും പറ്റില്ല. പക്ഷേ കോഴിക്കോട് പണ്ട് കൊലിബി സഖ്യം വന്ന പോലെ ഒരു ഭീമാ സഖ്യത്തിനുള്ള സാധ്യത കേരളത്തിലുണ്ട്. അത് രണ്ടു കൂട്ടർക്കും അനിവാര്യവുമാണ്. CPM-നെ സംബന്ധിച്ചോളം അത്തരത്തിലുള്ളൊരു സഖ്യമില്ലാതെ ഇനി നിൽക്കാൻ പറ്റില്ല. അടുത്ത തവണ ജയിക്കില്ല, അല്ലെങ്കിൽ തൂത്തുവാരും കോൺഗ്രസ്, യാതൊരു സംശയവും വേണ്ട. കാരണം അത്രയ്ക്ക് നല്ല നയപരിപാടികളാണല്ലോ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം തന്നെ നടത്തുന്ന ഓരോ പരിഷ്കരണവും, ശമ്പള പരിഷ്കരണവും എല്ലാം പിന്നെ ഏത് തലങ്ങളിലാണ് ബാധിക്കുന്നതെന്നുള്ളത് എനിക്ക് അത്ഭുതം തോന്നാറുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഇലക്ഷൻ എടുത്ത സമയത്ത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അപ്പോൾ എന്തോ ലക്ഷ്യം അവർ കണ്ടിട്ടുണ്ട്. അവർക്കെന്തോ ആത്മവിശ്വാസം കൂടുതലും ഉണ്ട്. ഞങ്ങൾ ഇനിയും തിരിച്ചു വരും. അപ്പോൾ അത് തിരിച്ചു വരാൻ വേറെ മാർഗമൊന്നുമില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒന്നുകിൽ ശശി തരൂർ അവിടുന്ന് കുറച്ച് പേരുമായിട്ട് വന്ന് LDF-ൽ ഒരു ഡെമോക്രാറ്റിക് കോൺഗ്രസ്സിനുള്ള സാധ്യത, അതൊക്കെ ആരാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പൊളിറ്റിക്കൽ വൃത്തങ്ങളിൽ അതിനെക്കുറിച്ചൊക്കെയുള്ള ചിന്തകൾ വളരെ വ്യാപകമാണ്. ദേശീയ തലത്തിലോ സംസ്ഥാന തലത്തിലോ അങ്ങനെ ഉണ്ടാകുന്ന ഒരു ഡെമോക്രാറ്റിക് കോൺഗ്രസ്. തരൂരിൻ്റെ കൂടെ വരാൻ കോൺഗ്രസ്സുകാരുണ്ടാവും. കസേര കിട്ടുമെന്ന് പറഞ്ഞാൽ എപ്പോൾ കോൺഗ്രസ്സുകാരനെ കിട്ടിയെന്ന് ചോദിച്ചാൽ മതി.
അതിനൊക്കെ ആൾ കിട്ടും. അത് കർഷകരെ കിട്ടുമെന്ന് ഉറപ്പ് വേണം, അവിടെ കിട്ടില്ല എന്ന് ഉറപ്പ് വേണം. നിങ്ങൾ അവിടെ നിന്നാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകില്ല. പിന്നെ നിങ്ങൾ വെറുതെ നിന്നിട്ട് എന്ത് ചെയ്യുക? എൻ്റെ കൂടെ വാ, അടുത്ത തവണ. ഇത് അവസരങ്ങളാണല്ലോ പൊളിറ്റിക്സ് എന്ന്. രാഷ്ട്രീയത്തിൽ അവസരങ്ങൾ പാഴാക്കുന്നവന് പിന്നെ ചാൻസ് ഇല്ല. 5 വർഷം പോയാൽ തീർന്നു. 5 വർഷം കൊണ്ട് ചിലപ്പോൾ അടിത്തട്ടിലേക്ക്, രാഷ്ട്രീയ സമുദ്രത്തിൻ്റെ അടിത്തട്ടിലേക്ക് അവൻ താഴ്ന്നു പോവാം. പിന്നെ അവിടുന്ന് കയറി വരാൻ വലിയ പാടുപെടും. അതൊക്കെയുള്ള തിരിച്ചറിവുകൾ. ഇത് വലിയൊരു യുദ്ധമായി മാറിയിരിക്കില്ല രാഷ്ട്രീയം. കേരളത്തിലെ രാഷ്ട്രീയം അതിയുദ്ധമായി മാറി, ഭീകര യുദ്ധമായി മാറിയിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടിയുള്ള യുദ്ധമല്ല, അവരവരുടെ നിലനിൽപ്പിന് വേണ്ടി, അവരവരുടെ പാർട്ടിയുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള യുദ്ധമായിട്ടാണ് ഇതിനെ കാണുന്നത്. ജനങ്ങളുടെ നിലനിൽപ്പോ അല്ലെങ്കിൽ ജനങ്ങളുടെ ഗുണമോ അല്ല, മറ്റ് സ്വന്തം നിലനിൽപ്പിന് വേണ്ടിയിട്ടും സ്വന്തം പാർട്ടിയുടെ നിലനിൽപ്പിന് വേണ്ടി യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ യുദ്ധത്തിൽ മുന്നോട്ട് വരണമെങ്കിൽ ചിലപ്പോൾ ഒരു ഭീമാ സഖ്യം ഉടലെടുത്ത് കൂടായില്ല. പക്ഷേ അത് പുറമേ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അത് അന്തർലീനമായ ഒന്നായിരിക്കും. ആന്തരികമായി അങ്ങനെ വേരുകൾ പടർത്തുന്ന 10-30 സീറ്റുകളിൽ ഞങ്ങൾക്കും ബാക്കിയുള്ളിടത്ത് നിങ്ങൾക്കും എന്നൊക്കെ ധാരണയിലെത്തുന്ന ഒരു ഭീമാസഖ്യം ഉടലെടുക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.